നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന, അത് മനുഷ്യന് മാത്രമല്ല, പക്ഷിജാലങ്ങൾക്കും ജന്തുമൃഗാദികൾക്കും എല്ലാം എന്തുണ്ട്? സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ സുഖദുഃഖങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള, മനസ്സിലായില്ലേ, മാർഗത്തെയാണ് പ്രദാനം ചെയ്തതെന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചാൽ ഈ സുഖദുഃഖങ്ങൾ നമുക്ക് പ്രശ്നങ്ങളായി തീരുകയുമില്ല. അതിലുപരിയായി നമ്മുടെ ഓരോ കാൽവെപ്പും എവിടേക്ക് എത്തും? ഭഗവാനിലേക്ക് എത്തും. ഓരോ പദവും ഓരോ നിമിഷവും നമുക്ക് ഭഗവാനിലേക്ക് എത്താനും സാധിക്കും. അവിടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് രൂപപ്പെടുത്തുക. മുമ്പേ പറഞ്ഞു, 2 പ്രധാന ഗുണങ്ങൾ വന്നു ചേരുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സുഖദുഃഖങ്ങളെ ഭഗവാൻ പ്രദാനം ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന്, സുഖം വരുമ്പോൾ ഭഗവാനോടുള്ള നന്ദി സ്മരണയുണ്ടാവുക. ദുഃഖം വരുമ്പോൾ ഭഗവാനെ ആശ്രയിക്കുക. അപ്പോൾ ആശ്രയവും സ്മരണയും അല്ലേ? ഭക്തൻ എപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കണം. എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടാവണം. ഭാഗവതം തന്നെ പഠിപ്പിക്കുക, ആ സ്മരണയിൽ മുഴുകി അല്ലേ, അന്ത്യകാലേ നാരായണ സ്മൃതി. ആ അന്ത്യകാലം വരെയും, അന്ത്യകാലം എപ്പോഴാണെന്നറിയില്ല, അതുകൊണ്ട് എല്ലാ കാലത്തും ഉറപ്പുമല്ലോട്ടോ അന്ത്യകാലം എപ്പോഴാണ്. നിമിഷം ഗത കളയരുതെന്ന് പറഞ്ഞിട്ട് തന്നെ പറയുന്നു, ഇന്ദ്രനെ പോലെ ധനമുണ്ടാകിലും കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും. അല്ലേ? അടുത്തിരിക്കുന്ന ആളിനെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടിട്ട് പോകാന്ന് പറഞ്ഞു വന്ന ആളിനെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണേ എന്ന് പറയാൻ സാധിക്കാതെ ചിലപ്പോൾ നമ്മൾ പോയത് വരില്ലേ? ഒന്ന് ഉരിയാടാൻ പോലും സമയം കിട്ടാതാണ് പലരും പോകുന്നത്. ശരിയല്ലേ? പോയിക്കഴിഞ്ഞാൽ നമ്മൾ പോയിക്കുന്നത് എന്നോടൊന്ന് പറയാതെ പോയതാണ്. ചോദ്യം കേട്ടാൽ വിചാരിക്കുക ഏതാണ്ട് സർക്കസിനോ സിനിമയ്ക്കോ കണ്ട പോയതാണെന്ന് വിളിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ. മനസ്സിലായില്ലേ? വരുമ്പോഴും തനിച്ച്, പോകുമ്പോഴും തനിച്ച്. അപ്പോൾ ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് ഭവിക്കുന്നത് അല്ലേ? ജീവന്റെ അവസാനം വരുന്ന എവിടെയാണ്? മരണത്തിലേക്കാണ്. അപ്പോൾ അവിടെ ആ അന്ത്യകാലം വരെയും ആ ഈശ്വരസ്മരണ സദാ സർവത്ര ഉണ്ടാകാൻ ഭഗവാനെ എപ്പോഴും സ്മരിക്കുക. അപ്പോൾ സുഖം വരുമ്പോൾ ഭഗവാനെ നീയാണ്, നിന്റെ കരുണ കൊണ്ടാണ്, നിന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാനെ എന്നിലേക്ക് ഇതെല്ലാം വന്നു ചേർന്നത്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മേന്മ കൊണ്ടുമാണ് എന്ന അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാനും, മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനെ ആശ്രയിക്കുമ്പോൾ വിനയത്തിലേക്ക് വന്ന് നിൽക്കുവാനും. വിനയമാണ് വിദ്യയുടെ ലക്ഷണം. യഥാർത്ഥ വിദ്യയുടെ ലക്ഷണം എന്താ? വിനയമാണ്. ആ വിനയത്തിലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കും. വിനയം ജീവിതത്തിൽ വിജയത്തിൻ്റെ ആധാരശിലയായി മാറും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വിനയമുള്ളവരെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളും അല്ലേ? അഹങ്കാരങ്ങളെ നമ്മൾ എപ്പോഴാണ് ഭയം കൊണ്ട് അടുത്ത് നിൽക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും? അവരെ ബഹുമാനിക്കുന്നതായി കാണിക്കും. അവരടുത്തു നിന്ന് മാറിയാലോ ആദ്യം നമ്മളായിരിക്കും അവരെ പുച്ഛിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ വിനയത്തിലേക്ക് എത്താനും അഹങ്കാരരഹിതമായിരിക്കാനും ഭഗവാന്റെ സ്മരണയിൽ മുഴുകുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ സുഖങ്ങൾ വരുമ്പോൾ അങ്ങനെ സ്മരിക്കുക, അല്ലെങ്കിൽ അഹങ്കാരം വന്ന് കയറും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ദുഃഖം വരുമ്പോഴെന്താണ്? നിരാശയല്ല വേണ്ടത്. ഭഗവാനെ ആശ്രയിക്കാൻ ഭഗവാൻ ഇതാ ഒരു വഴി നമ്മുടെ മുമ്പിൽ തരികയാണ്. ആശ്രയിക്കുക. ആ സമയത്ത് കൂടുതൽ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഉറപ്പ് വരുന്നത്. അങ്ങനെ ആശ്രയിച്ച് നിത്യനിദാനമായി ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? നിരാശയുണ്ടാവില്ല, തകർച്ചയുണ്ടാവില്ല. പകരം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ജീവിതത്തെ കൃത്യമാക്കാൻ നമ്മുടെ മുന്നിലേക്ക് ഭാഗവതം പകർന്നു വെക്കുന്ന ഏറ്റവും നല്ല വഴി. അത് ഈശ്വരചിന്ത തന്നെയാണ്. ആ ഈശ്വരചിന്തയിലേക്ക് മുഴുകുമ്പോൾ നമ്മളിൽ നിന്ന് അഷ്ടരാഗങ്ങൾ അകരണം അല്ലേ? ഇഷ്ടവൈരികളൊക്കെ അകന്ന് ആ ഭഗവത് ബോധത്തിൽ മനസ്സുറപ്പിക്കാനാണ് നമ്മൾ ഈ 7 ദിവസങ്ങളിലായി ഈ ഭാഗവതത്തെ അനുസന്ധാനം ചെയ്യുന്നത്. ഇതിനു വേണ്ടി മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയൊക്കെ പുറമേ ഉള്ള കാര്യങ്ങളാണ്. ആന്തരികമായി നമ്മൾ ഭാഗവത്തെ ഉപാസിച്ചതും 7 ദിവസം ഈ യജ്ഞം നടന്നതും ആരാണോ ഈ യജ്ഞത്തിന്റെ ഗുണഭോക്താക്കളെന്ന് ചോദിച്ചാൽ ഈ ചിന്തയിലേക്ക് എത്തപ്പെടുന്ന സജ്ജനങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവർ ഭക്ഷണഭോക്താക്കളും അർച്ചനാഭോക്താക്കളും ഗണപതി ഹോമത്തിന്റെ ഭോക്താക്കളും, മനസ്സിലായില്ലേ? ചിലർ വിശ്രമ ഭോക്താക്കളും ഒക്കെയായി മാറും. ഇങ്ങനെ പലതരം ഭോക്താക്കളുണ്ട് യജ്ഞത്തിൽ. മനസ്സിലാവുന്നുണ്ടോ?
ചിലർ സംഗീത ഭോക്താക്കളുണ്ട്, പാട്ട് കേൾക്കാൻ കൊള്ളാം, ഭജനയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്, അങ്ങനെ വരും. ചിലർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അല്ലേ ഭക്ഷണ ഭോക്താക്കളായി വരും, അവർ വയറ് നിറഞ്ഞ് തിരിച്ചു പോകും. ചിലരോ വിശ്രമ ഭോക്താക്കളുണ്ട്, ഉണ്ണാൻ വരുന്നതിനിടയ്ക്ക് ഇച്ചിരി നേരം അവിടെ വലിയ ക്യൂ ആണ്, വെയിലത്ത് നിൽക്കണ്ട, ഇച്ചിരി നേരം ഇരുന്ന് കാറ്റ് കൊണ്ടിട്ടോ എന്ന് പറഞ്ഞ് ഇല്ലേ സ്വസ്ഥമായിട്ട് കയറി അങ്ങനെ വിശ്രമ ഭോക്താക്കളുണ്ട്. ചിലരെന്താണ് വരുന്നത്, ചിലർ വരുന്ന അടുത്തിരിക്കുന്നവരോട് കുശലം പറയാൻ വരുന്ന ഭോക്താക്കളുണ്ട്. ഇങ്ങനെ പലതരം ഭോക്താക്കളുണ്ട്. യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇവിടെ ഈശ്വര സ്മരണയിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നവരാണ്. അതിലായിരിക്കണം സജ്ജനങ്ങളായ നമ്മളുടെ സ്ഥാനം എന്ന് നമ്മൾ ഉറപ്പിക്കണം. നമ്മളാണ് ഉറപ്പിക്കേണ്ടത്. ഭഗവാൻ ആരെയും പ്രത്യേകിച്ച് ഉറപ്പിച്ചും തരില്ല, മനസ്സിലായില്ലേ? ഭഗവാൻ എല്ലാവരും ഒരുപോലാണ്. ഓരോ വ്യക്തിയും അവനവന്റെ കർമ്മ ബോധമണ്ഡലം കൊണ്ട്, മനസ്സിലായില്ലേ, അവൻ ഭഗവാനെ നേടി എന്നാണ് പറയുന്നത്. ഭഗവാൻ ആർക്കും പ്രത്യേകിച്ച് നേടാൻ അവസരം കൊടുക്കല, അവൻ അതിലേക്ക് എത്തപ്പെടും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായില്ലേ, പിന്നെ ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കും. ഇനി എത്താനായി പരിശ്രമിച്ച് തുടങ്ങിയാലും ഭഗവാൻ നോക്കും. കാരണം എന്താ, അവൻ എന്നെ തേടി വരുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ എന്നെ തേടി വരുന്നവനായതുകൊണ്ട് അവനെ എന്നിലേക്ക് എത്തിക്കണം എന്നൊരു കാരുണ്യം ആരിൽ നിന്നുണ്ടാവും? ഭഗവാന്. അതാണ് ധ്രുവചരിതത്തിലൂടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. ധ്രുവൻ അച്ഛൻ്റെ മടിയിലൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലേ. മൂത്തമ്മയ്ക്ക് മറ്റൊരു മകനുണ്ട്, ഉത്തമൻ. ഉത്തമൻ അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് അനുജനായ ധ്രുവന് ആ മടിയിലൊന്നിരിക്കണം എന്ന് തോന്നിയത്. പക്ഷേ മൂത്തമ്മയായ അഹങ്കാരിയായ ആ സുരീജി, സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവൾ, അതാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനെ സ്വന്തം താല്പര്യം നോക്കുന്നവർ എപ്പോഴും ആരായിരിക്കും? അഹങ്കാരിയായിരിക്കും, സ്വാർത്ഥമതികളായിരിക്കും. അങ്ങനെയുള്ള സുരീജി എന്ത് ചെയ്തു? അച്ഛൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് ഒരു പുത്രനെ വിലക്കുകയാണ്. വിലക്കിയതിന് ശേഷമോ ആ ഈശ്വര ചിന്തയെപ്പോലും അവഹേളിക്കുന്ന വാക്കുകളാണ് പുറത്തു വരുന്നത്. അഹങ്കാരികൾ എപ്പോഴും ഈശ്വര ചിന്തയും നിഷേധിക്കും. എന്താ പറഞ്ഞത്? നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ നീ ഭഗവാനെ തപസ് ചെയ്ത് എൻ്റെ വയറ്റിൽ പിറക്കണം. ഭഗവാനെ തപസ് ചെയ്താൽ എത്രയോ വലിയ നേട്ടം കിട്ടും അല്ലേ? ഭഗവത് ദർശനം കൊണ്ട് തന്നെ ഒരു ജന്മം ധന്യമാകും, പൂർണ്ണവും. അപ്പോഴാണോ ഈ വൃത്തികെട്ട സാർത്ഥതയുടെ ഉള്ളിൽ ജനിക്കേണ്ടി വരുന്നത്? മനസ്സിലല്ലേ? സ്വന്തം താല്പര്യത്തിന് അടിമപ്പെട്ടു മാത്രം ധർമ്മഭാവമില്ലാത്ത വ്യക്തിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? താഴുകയാണ് അല്ലേ? നേരെ മുകളിൽ നിൽക്കുന്ന സ്ഥാനത്ത് നേരെ താഴുകയാണ്. ആ അവസ്ഥയിലേക്ക്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാലിന്യ കുപ്പയിലേക്ക് വീഴുന്നത് പോലെയാണ്. അതിനു വേണ്ടിയിട്ടാണോ ഈശ്വരാരാധന? അല്ല എന്ന് പറഞ്ഞു. ചെന്ന് അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അവിടെ വഴക്കുണ്ടാക്കി, മകനെ ഒരു വഴക്കാളിയാക്കി, കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മയുടെ പേര് തന്നെ അതാണ്, സുനീതി. സുനീതിച്ച ധർമ്മബോധമുള്ളവർ, ശരിയായ ബുദ്ധി ഉള്ളവർ, ഉത്തമമായ വഴി ആ തെറ്റുകളിടയിലും കണ്ടെത്തി കുഞ്ഞിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുക. എങ്ങനെയാ? നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ ഒരു കൊച്ചു കഥ അറിയാം അല്ലേ? കുട്ടിക്കാലത്ത് വിവേകാനന്ദ സ്വാമി എടുത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നരേന്ദ്രൻ എന്ന പേരുള്ളപ്പോൾ അന്ന് അധ്യാപകൻ ചോദിച്ചു, കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, വളരുമ്പോൾ ആരാവണം? ഓരോ കുട്ടികളും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിലാണ് വിവേകാനന്ദനോട് ചോദിക്കുന്നത്, നരേന്ദ്രനോട് ചോദിക്കുന്നത്. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നരേന്ദ്രൻ. അപ്പോൾ അവനായിരിക്കും ഏറ്റവും മാതൃകയായിട്ട് പറയണം, വലിയ ആളാവണം എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണം. അധ്യാപകന് ദേഷ്യം വന്നു. അധ്യാപകൻ പരിഹസിച്ചു, വഴക്ക് പറഞ്ഞു. ബാക്കിയിരുന്ന മുഴുവൻ കുട്ടികളും, പഠിക്കാത്ത മണ്ടൻ വരെ കളക്ടർ ആവണം, ജഡ്ജി ആവണോ എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി എന്തു പറഞ്ഞത്? എനിക്കൊരു കുതിരവണ്ടിക്കാരനാണ്. എല്ലാവരും പരിഹസിച്ചു, വളരെ വിഷമമായി. അവിടെ നിന്ന് കുറേ കരഞ്ഞു. കാരണം കൊച്ചുകുട്ടികൾ എല്ലാവരും ഒറ്റപ്പെടുത്തി കളിയാക്കിയാൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? കരച്ചിൽ വരും. മുതിർന്നു കഴിഞ്ഞാണെങ്കിൽ ദേഷ്യം കൊണ്ട് പ്രതികരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ കരയത്തുള്ളൂ. അങ്ങനെ കരഞ്ഞ് ആകെ വിഷമിച്ച് എത്തിയപ്പോൾ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ചോദിച്ചു, എന്താണ് മോനെ? ഓരോ ദിവസവും വീട്ടിലെത്തുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന അമ്മമാരുണ്ട്. വളരെ മാതൃകയുള്ള അമ്മമാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടി സ്കൂളിലെ ജീവിതത്തിനിടയിൽ ആ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവനിലേക്ക് വരുന്ന ഗുണവും ദോഷത്തെയും തിരിച്ചറിയാനും ദോഷമുള്ളതിനെ പറക്കിക്കളഞ്ഞ് ഗുണമുള്ളതിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ അമ്മയുടെ ആ ശ്രദ്ധയ്ക്ക് സാധിക്കും. മനസ്സിലായി? ഇന്നത്തെ അമ്മമാർക്ക് അതിനൊക്കെ സമയം ഉണ്ടാവോ ആവോ എന്ന് അല്ലേ? ദൈവത്തിന് വിട്ടേക്കാം. പണ്ടങ്ങനെയല്ല. മക്കൾ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കാത്തു നിന്ന് ഓരോ വിശേഷങ്ങളും ചോദിച്ച് അവരോടൊപ്പം സമയം ചെലവിട്ട്, മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ എത്ര കണ്ട് സമയം ചെലവിടുന്നോ അത്ര കണ്ട് സമയം അവരെ മനോഹര രൂപത്തിലേക്ക് മാറ്റാനുള്ള സമയമാണെന്ന് നമ്മൾ മാതാപിതാക്കൾ
തിരിച്ചറിയണം. ആ സമയം ചെലവിടുന്നതിൻ്റെ മഹത്വം കൊണ്ടാണ് വാർദ്ധക്യകാലത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാതെ ആ മക്കൾ നമ്മളോട് സമയം ചെലവിടാൻ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. മനസ്സിലാകുന്നുണ്ടോ? കൊടുത്താലേ കിട്ടുകയുള്ളൂ. കൊടുക്കാതെ കിട്ടാറുണ്ടോ? ഇല്ല. അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആ വില, ആ മഹത്വം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അവിടെ അപ്രകാരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഈ കുട്ടിയോട് ചോദിച്ചു എന്താണ് ദുഃഖത്തിൻ്റെ കാരണം. അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാനിന്ന് ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കുതിരവണ്ടിക്കാരനാവണം എന്ന് പറഞ്ഞു. ആ കുതിരവണ്ടിക്കാരനാവണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി പറയുന്ന സമയത്ത് അമ്മ പറഞ്ഞു, അതിനെന്താ, മോൻ്റെ ഇഷ്ടം മോൻ പറഞ്ഞു അല്ലേ, നാളെ ഇതിനേക്കാളും നല്ല ഇഷ്ടം വന്നാൽ അതിലേക്ക് പോവാം, ഒന്ന് കുറച്ചുകൂടി നല്ലതിലേക്ക് വരും, അപ്പം വളരുന്നതനുസരിച്ച് കാഴ്ചപ്പാട് മാറും ഇത് വെച്ച് അമ്മ പറഞ്ഞു. പക്ഷെ കുട്ടിയുടെ കരച്ചിൽ നിന്നില്ല. ഇന്നലെ അമ്മ ആശ്വസിപ്പിച്ചു. അവസാനം നിലവിളക്ക് കത്തിച്ച് നാമം ജപിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് കുട്ടി കരയുമ്പോൾ അമ്മ ചോദിച്ചു, മോനെ കരയണ്ട. മോൻ പറഞ്ഞതിന് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ, മോൻ കുതിരവണ്ടിക്കാരനാണെങ്കിൽ അതാവ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശയം. കാരണം കുട്ടിയുടെ സന്തോഷമാണല്ലോ പ്രധാനം. അവനെ അമ്മയും കൂടെ വിഷമിപ്പിച്ചാലോ, അവൻ ദുഃഖം എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മയും കൂടി വരുമ്പോൾ, ഇന്നത്തെ അമ്മമാരാണെങ്കിലോ ഇതിനാണോടാ നിന്നെ ഞാൻ പഠിക്കാൻ വിടുന്നതെന്ന് ചോദിച്ചു ഇല്ലേ, അധ്യാപകർ കളിയാക്കിയതേ ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിലോ കൊലയ്ക്ക് കടിക്കും അല്ലേ, ഇതിനാണോ ഞാൻ കഷ്ടപ്പെട്ട് ഫീസ് വന്ന് വിടുന്നതൊക്കെ ചോദിച്ചടിക്കും. കാരണം എന്താ, നമ്മുടെ അമ്മമാർക്ക് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് പൂർണ്ണമായും പഠിച്ചിട്ടല്ല പലരും വളർത്തി തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി, മനസ്സിലായില്ലേ, ഏറ്റവും ശ്രദ്ധയോടുകൂടി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് തന്നെ അമ്മമാർ പഠിക്കണം. പണ്ട് ഇതൊക്കെ എളുപ്പം പഠിക്കുമായിരുന്നത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ടായിരുന്നു. മനസ്സിലായില്ലേ, ഈ കൂട്ടുകുടുംബത്തിൽ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 3-4 കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്ന കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ശ്രദ്ധിക്കുന്ന കണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ട് ആചരിച്ച് വരാൻ പറ്റുമായിരുന്നു. ഇന്ന് കൂട്ടുകുടുംബമൊക്കെ കളഞ്ഞില്ലേ, കൂട്ടി വെച്ചതൊക്കെ നമ്മൾ പൊട്ടിച്ചു വിട്ടു. ഇന്ന് അണുകുടുംബമാണ്, എല്ലാം റോക്കറ്റ് പോലെ പല വഴിക്ക് പിളർത്തി വിട്ടു. ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവും, കുടുംബം എന്ന് പറയാനും പറ്റില്ല. ആ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ വന്നു ചേർന്നിട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുക. ഞാനും എൻ്റേതും എന്ന ഭാവത്തിലേക്ക് നമ്മൾ ചുരുങ്ങി. നമ്മുടേതെന്ന ലോകം ഇല്ലാണ്ടായി. കുഞ്ഞുണ്ണി മാഷ് പറയുന്ന കണക്ക്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. മനസ്സിലായില്ലേ, എനിക്ക് എൻ്റെ ലോകം, നിനക്ക് നിൻ്റെ ലോകം. നമ്മൾ രണ്ടും ചേർന്നൊരു ലോകമുണ്ടോ? ഇല്ല. ആ അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ പോലും താറുമാറി. ഈ കുടുംബങ്ങളെയൊക്കെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെയും ചിന്തയുടെയൊക്കെ ഫലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ലിവിങ് ടുഗദർ പോലെയുള്ള ആഭാസകരമായ ശൈലി. ആൾക്കാർ നോക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും എന്തു സ്വാതന്ത്ര്യം, കല്യാണമൊന്നും കഴിക്കണ്ട. മനസ്സിലായില്ലേ, കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ അടിമയായി. കല്യാണം കഴിക്കലെന്ന് ഇപ്പോൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന അടിമയാവുക എന്നാണ്. അവിടെ അടിമയാവലല്ല, പരസ്പര തുല്യഭാവത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അടിമയായി മാറേണ്ടി വരും, പിന്നീട് സ്വാതന്ത്ര്യം ഇല്ലാതാവും. മനസ്സിലായില്ലേ എന്നൊക്കെ പ്രചരിപ്പിച്ച് കുട്ടികളുടെ ഒരു ടീനേജ് പ്രായം, അവരുടെ ബോധം ഉറയ്ക്കുന്ന പ്രായത്തിൽ വികലമായ കാഴ്ചപ്പാടുകളിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ താറുമാറാക്കാനുള്ള രാക്ഷസീയ കുത്സിത പ്രവർത്തനങ്ങൾ ഇന്ന് മോഡേൺ വൽക്കരിച്ചുകൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ, ഇന്ന് പലതരത്തിലുള്ള ഇസങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ ഏറ്റവും എളുപ്പ വഴി കുടുംബങ്ങളെ തകർക്കുക എന്നത് തന്നെയാണ്. ആ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടി ഈ ലിവിങ് ടുഗദർ പോലെയുള്ള അല്ലേ പല വിഷയങ്ങളും, ഇതിനെല്ലാം പറയും പ്രേമമാണ്, സ്നേഹം. മനസ്സിലായോ? എത്ര എണ്ണം ആത്മഹത്യ ചെയ്യുന്നു, എത്ര എണ്ണം വഴിതെറ്റിപ്പോകുന്നു, എത്ര എണ്ണം വിഷാദ രോഗികളാകുന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിനിടയിൽ പോയി പെടേണ്ടി വരാറുണ്ട്. അതുപോലെ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയത്തിൽ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ട് പോയി സംസാരിക്കാനായിട്ട് പോയി. 18 വയസ്സ് തികഞ്ഞിട്ടില്ല. നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മുടിഞ്ഞ പ്രേമം. മനസ്സിലായില്ലേ, മുടിഞ്ഞ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ, ഈ മുടിഞ്ഞെന്ന വാക്ക് തന്നെ ഉപയോഗിച്ച മനഃപൂർവ്വമാണ്. പ്രേമം നല്ലതാണ്, സ്നേഹവും നല്ലതാണ്, പക്ഷെ അത് മുടിയുന്നത് എപ്പോഴാണെന്നറിയാവോ? സ്വന്തം മാതാപിതാക്കളെ പോലും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് പ്രറ്റിട്ടതിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് നിന്നത്? എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഒന്ന് കയ്യിൽ പിടിച്ച് കുടിക്കാൻ നമുക്ക് സാധിച്ചത്? അല്ലേ? നമ്മളൊന്ന് ഞെരങ്ങിയാലോ മൂളിയാലോ സ്വന്തം ഉറക്കം കളഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ വളർത്തിയത്? ആണോ അല്ലേ?
ഗർഭകാലഘട്ടത്തിൽ മാത്രമല്ല, ഗർഭകാലഘട്ടത്തിന് ശേഷം. മനസ്സിലായില്ലേ? ആ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധമാകുന്ന മലവും മൂത്രത്തിലും നമ്മുടെ അമ്മ കിടക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ടോ? ആലോചിച്ച് നോക്കും. ആ കഷ്ടപ്പാടുകൾ സഹിച്ച് സ്വന്തം സുഖം മാറ്റിവെച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അച്ഛൻ വെയിലത്താണോ മഴയത്താണോ ആരുടെയൊക്കെ സഹാരം കേട്ടാണോ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണോ നമുക്ക് ഓരോ ദിവസത്തേക്കും വേണ്ട ആഹാരവും വസ്ത്രവും പഠിക്കാനുള്ളതും സർവ്വതും ഉണ്ടാക്കി തരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ രാത്രിയും പകലും ഒരുപോലെ ആ വീട്ടിലൊരു യന്ത്രം പോലെ, ചിലപ്പോൾ 1 രൂപ ശമ്പളമില്ലാതെ ഒരു ജീവിക്കുന്ന യന്ത്രം പോലെ ഒരമ്മ ആ അടുപ്പത്ത് കരിയും പുകയും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിച്ചതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ആ അച്ഛനെയും അമ്മയെയും മറക്കുന്ന സ്നേഹം, മനസ്സിലായില്ലേ? അത് മുടിഞ്ഞ സ്നേഹം തന്നെയാണ്. അതൊരിക്കലും നല്ലതല്ല. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? പാൽപായസം ഒരു കലം ഇവിടെ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ഗ്ലാസ്സുമായിട്ട് വന്ന് നിൽക്കുക, നോക്കുക. ഈ സമയത്താണ് അതിനകത്തേക്ക് എന്തെങ്കിലും മാലിന്യം വന്ന് വീണു, പിന്നെ നിങ്ങൾ ആരെങ്കിലും അത് കുടിക്കൂ? അതുപോലെയാണ് സ്നേഹം എന്നത്. നല്ലതാണ്, സന്തോഷമുള്ളതാണ്. പക്ഷെ അതിനകത്തേക്ക് സ്വന്തം മാതാപിതാക്കളോടുള്ള എതിർപ്പായി അവരെ വേണ്ട എന്നുള്ള, അവരെ തള്ളിക്കളയുന്ന, അവരെ പുച്ഛിക്കുന്ന മനോഭാവമാണെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹം മലിനമാക്കപ്പെട്ടു. അതാണ് അവസ്ഥ. അതുപോലെ പറഞ്ഞതുപോലെ ഒരു മുടിഞ്ഞ പ്രേമം. ചെന്ന് സംസാരിച്ചു, ഒരു 2-2.5 മണിക്കൂർ പെൺകുട്ടിയായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആദ്യമേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, പയ്യനെ കുറിച്ചൊക്കെ തിരക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനാണെങ്കിൽ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്രിമിനല്, വളരെ മോശപ്പെട്ട രീതിയിൽ മദ്യപാനമുണ്ട്, സ്വന്തമായി കഞ്ചാവ് കച്ചവടം വരെയുണ്ട് തൊഴിലായിട്ട്. ഇതൊക്കെയുണ്ട്. പോലീസ് പിടിച്ചു, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ പിടിച്ച് അകത്ത് കിടന്നാണ് 6 മാസം മുമ്പ് കുറച്ച് നാൾ. ഇതൊക്കെ പറഞ്ഞു പെൺകുട്ടിയോട്. അവസാനം ഇതൊക്കെ പറയുമ്പോൾ പെൺകുട്ടി പറയാം, അതെനിക്കറിയാം മാമ, എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. മനസ്സിലായില്ലേ? നമ്മൾ എന്തൊക്കെ വഴിയാണോ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വഴിയൊക്കെ പെൺകൊച്ചു കൂട്ടാൻ തുടങ്ങി. ആദ്യം അവൻ്റെ വീട്ടിലെ പശ്ചാത്തലം പറഞ്ഞു, സാഹചര്യങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നീട് ഈ റോഡിലൂടെ പോകുന്ന കോലം, ഒരു ബൈക്കിനകത്ത് കയറി കഴിഞ്ഞാൽ അത് പോകുന്ന പോക്ക് എങ്ങോട്ടാണില്ല എന്ന രീതിയിലാണ് അതൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞു. അന്നേരം പറയാം, അതെനിക്കറിയാം മാമ. പിന്നെ കഞ്ചാവിനകത്ത് കേസിനകത്ത് കിടന്ന് പത്രപ്പേപ്പർ വരെ കാണിച്ചു. അതും എനിക്കറിയാം മാമ, ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാട്ടിൽ 2-3 അടി ഉണ്ടാക്കിയതിൻ്റെ വൃത്താന്തവും പറഞ്ഞു, അതും എനിക്കറിയാം മാമ. നമ്മൾ കുറേ ആയുധമൊക്കെ ആയിട്ട് അവിടെ പോയത് യുദ്ധം ചെയ്യാൻ. അവസാനം നമ്മുടെ ആയുധത്തിൻ്റെ മുനയെല്ലാം ഒടിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പെൺകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ ചിരി വന്നു. പെൺകുട്ടി പറഞ്ഞത്, അത് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിച്ചാൽ അടുത്ത ദിവസം തൊട്ട് ഞാൻ നന്നായിക്കൊള്ളൂ. മനസ്സിലായില്ലേ? അത് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതോ ഒരു സിനിമ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയും പെൺകുട്ടിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ കൊണ്ടുപോയി മൊബൈലിൽ എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ നായകനെ പോലെ നീ നായികയെ പോലെയാണ്, നീ നായകനായി, ഞാൻ നായകനെ പോലെ. ആ നായകൻ എല്ലാ വൃത്തികേടും നിർത്തി നന്നായതുപോലെ ഞാൻ നന്നാവും. ഞാൻ ഈ സംസാരമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടുപോയ ആ വ്യക്തികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു സംശയം വേണ്ട, ഇവള് ചാടും. അവസാനം ഇല്ലെന്നൊക്കെ പറഞ്ഞു, എങ്കിലും ഞാൻ പറഞ്ഞു, അടിവരയിട്ട് പറഞ്ഞു, ഇവള് ചാടും. ഒരു ഭാഗ്യമുണ്ട് കേട്ടോ, തിരിച്ചറിയാൻ പറ്റും വളരെ പെട്ടെന്ന് ഇത്തരക്കാരൻ. ഇതുവരെ ഒരു 10-100 കേസുകൾ ഇടപെട്ടുണ്ട്. അതിനകത്തൊരു 5 എണ്ണം ചാടുമെന്ന് പറഞ്ഞ് 5 എണ്ണം ചാടിയിട്ടുണ്ട്. തെറ്റിച്ചിട്ടില്ല, കണക്കൂട്ടലൊന്നും തെറ്റിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് ഇവള് ചാടും. നിങ്ങൾ കൂടുതൽ ബലം പ്രയോഗിച്ച് തടയാനൊന്നും നിൽക്കണ്ട. തടയാൻ നിന്നാൽ ചിലപ്പോൾ അതിനേക്കാളും വലിയ ദുരന്തം ഉണ്ടാവും. ഇത്ര മാത്രം പറഞ്ഞ് ഞാനിങ്ങ് പോകും. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ വിളിച്ചുകൊണ്ട് പോയ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ചേട്ടൻ പറഞ്ഞ കാര്യം സംഭവിച്ചു. ഞാൻ ചോദിച്ചു, എന്താ? ഞാനതങ്ങ് വിട്ടു. പറഞ്ഞ് ഇന്നതാണ്, ഇന്ന് രാവിലെ പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല, ചാടി പോയി. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ശേഷം ഒരു പരാതി കൊടുക്കുക, റിക്കാർഡിക്കലായിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ. അവർ പോയൊരു പരാതി കൊടുത്തു.
പരാതി കൊടുത്തിട്ട് വിവാഹം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം എന്ന് മാത്രം ആവശ്യപ്പെടാൻ പറഞ്ഞു. കാര്യം തിരിച്ചു വരില്ല ഒരിക്കലും. എന്നിട്ടും അച്ഛനും അമ്മയും പോയി നാണം കെട്ട് കാല് പിടിച്ച് കരഞ്ഞു നോക്കി. പക്ഷെ അനങ്ങാപ്പാറ പോലെ പെൺകുട്ടി നിന്നു. അവിടെയൊക്കെ കഴിഞ്ഞ് മാതാപിതാക്കൾ വളരെ വിഷമത്തോടുകൂടി അവർ തിരിച്ചു പോയി. വളരെ പാവപ്പെട്ടവരാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിലൊരു നല്ല നിലയിലേക്കൊക്കെ ഉയർന്നു വന്നവരാണ്. വളരെ കഷ്ടപ്പെട്ട് മക്കളുടെ എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ദുശീലം. എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കുന്ന ശീലങ്ങളുള്ള മാതാപിതാക്കൾ ചെയ്യുന്നത് തന്നെ ഒരു ദ്രോഹമാണ്. കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനുള്ള എളുപ്പവഴി. അങ്ങനല്ല, അവരോട് പറയണം, മോളെ അല്ലെങ്കിൽ മോനെ ഇതിപ്പം വാങ്ങാൻ പറ്റത്തില്ല, അതിനുള്ള വരുമാനം അമ്മയ്ക്കില്ല, അല്ലെ അച്ഛന് ഇല്ല, നമുക്ക് ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ ഈ വരുമാനം വെച്ച് വീട്ടിൽ ഇന്ന കാര്യങ്ങൾ നടക്കണം, ഇന്ന കാര്യങ്ങൾ നടക്കണം. പിന്നീട് മാസം ആകെ മിച്ചം വരുന്നത് ചിലപ്പോൾ 2000 3000 ആയിരിക്കും. അത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും ഒരു വിഷമം വരും, അന്ന് നമ്മൾ ജീവിതത്തിൽ വീണു പോകും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് മാതാപിതാക്കൾ. ഇതൊന്നും ബോധ്യപ്പെടുത്താതെ എവിടെന്നെങ്കിലും പോയി അല്ലേ കടം പേടിച്ചു. അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളും ഞാൻ ജീവിച്ച ദുഃഖമൊന്നും കുഞ്ഞുങ്ങൾ അറിയരുത്. സത്യത്തിൽ ഇത് ദുരഭിമാനമുള്ള മാതാപിതാക്കളാണ്. അവരാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിന് ഒരു കാരണം. എല്ലാം കൊടുത്തു വളർത്തിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് സിനിമയിലെ നായകൻ മാറുന്നത് കണക്ക് മാറാൻ പോയ പെൺകുട്ടി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാർ വിളിച്ചു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ബന്ധുക്കൾ വിളിച്ചിട്ട് പറയുന്നൊരു വാർത്ത കേട്ടു. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ബോഡി ഏറ്റുവാങ്ങാൻ പോകേണ്ടി വന്നു. മനസ്സിലായോ? ആ ബോഡി ഏറ്റുവാങ്ങാനും അത് കൊണ്ടുവച്ചിട്ടൊന്ന് അതിൻ്റെ മുമ്പിലിരുന്ന് അല്പനേരമെങ്കിലും ഒന്ന് കരയാൻ ഈ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? ഇതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പറഞ്ഞു വന്നത് സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടും ജീവിതത്തെ തിരഞ്ഞെടുക്കാൻ ഒക്കെ സാധിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഈ കുട്ടിയോട് അമ്മ പറയുന്ന, വിവേകാനന്ദനോട് അമ്മ പറയുകയാണ്, മോൻ്റെ ആഗ്രഹമല്ലേ, ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പൂജാമുറിയിൽ ഇരുന്ന് കഴിഞ്ഞ കണ്ടില്ലേ, ഈ പൂജാമുറിയിൽ ഒരു കുതിരവണ്ടിക്കാരനുണ്ട്. ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? കുരുക്ഷേത്രത്തിലെ കുതിരവണ്ടിക്കാരനായ കൃഷ്ണൻ. ഇതുപോലെ ഒരു കുതിരവണ്ടിക്കാരനായിട്ട് ആര് മാറണം? എൻ്റെ മോൻ മാറണം. ആ അമ്മ ആ കുഞ്ഞിനെ തിരിച്ചു വിട്ട് എവിടേക്കാന്ന് നോക്കേ. ആ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നറിയോ? എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ കുതിരവണ്ടിയിലാണ് പോകുന്നത്. നമ്മളൊക്കെ ഇന്ന് സ്കൂൾ ബസ്സിൽ പോകുന്ന അന്ന് കൊൽക്കട്ടയുടെ തെരുവിലൂടെ കുതിരവണ്ടി പോയി കുതിരവണ്ടിക്കാരൻ കുതിര ഇങ്ങനെ വെട്ടിച്ച് ഓട്ടിക്കുന്നുണ്ട്. കുട്ടിക്കൊരു ഇഷ്ടം തോന്നി കുതിരവണ്ടിക്കാരൻ്റെ ആ വണ്ടി ഓട്ടിക്കല്. അതുകൊണ്ടാണ് കുട്ടി കുഞ്ഞുനാളിൽ എന്ത് പറഞ്ഞത്? കുതിരവണ്ടിക്കാരൻ ആവണം. പക്ഷെ അമ്മ ആ കുതിരവണ്ടിക്കാരനിൽ നിന്ന് ഒരു വലിയ ധർമ്മത്തിൻ്റെ ഈശ്വരീയനായ ഭാവത്തിലുള്ള ഒരു ഭാവത്തെ കാട്ടി കൃഷ്ണനോട് ചേർത്ത് വെച്ചു. മനസ്സിലായില്ലേ? അവസാനം വിവേകാനന്ദനായി മാറിയപ്പോൾ ആ കുട്ടി ഭാരതത്തിന്റെ കുതിരവണ്ടിക്കാരനായി മാറി. ലോകം മുഴുവൻ ഭാരതത്തിന്റെ ധർമ്മത്തെ കൊണ്ടുചെന്നെത്തിച്ച വിവേകാനന്ദനായിട്ട് ആ കുട്ടിക്ക് രൂപപ്പെടാൻ സാധിച്ചു. ഇതാണ് ജീവിതത്തിൽ വഴികാട്ടിയാവുന്നത്. ഇവിടെയും സുനീതി എന്ന അമ്മ തൻ്റെ മകനായ ധ്രുവനോട് പറയുകയാണ്, മൂത്തമ്മ അച്ഛൻ്റെ മടിയിലിരിക്കാൻ സമ്മതിച്ചില്ല, പക്ഷെ അമ്മ പറഞ്ഞല്ലോ ഈശ്വരനെ ഭജിക്കാൻ അല്ലേ? ദുഃഖം വരുമ്പോൾ ഈശ്വരനെ ഭജിക്കണമെന്നല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കുക മോനെ, നിനക്ക് സൽഗതി ഉണ്ടാവും. അത് അച്ഛൻ്റെ മടിയാവാം, അതിനേക്കാളും വലിയ മടിയും ആവാം. മനസ്സിലല്ലേ? അച്ഛൻ്റെ മടി എന്നും ശാശ്വതമാണോ? എന്താ? അച്ഛനും ശാശ്വതമല്ല. അപ്പോൾ അതിനേക്കാളും വലിയ സ്ഥാനത്ത് ചിലപ്പോൾ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി 5 വയസ്സേ ഉള്ളൂ. അമ്മയുടെ അനുവാദമൊക്കെ വാങ്ങി. അമ്മ വിചാരിച്ചു കുറച്ചു നേരം പോയിട്ട് ഇച്ചിരി കഴിയുമ്പോൾ വിശക്കുമ്പോൾ തിരിച്ചു വരും. പക്ഷേ കുട്ടി ദൃഢമായ ഭാവത്തിലെത്തി, എനിക്ക് ഈശ്വരനെ നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വനത്തിലേക്ക് എത്തപ്പെട്ടു. ഭഗവാനെ തേടിയാണല്ലോ പോകുന്നത്. ഭഗവാനെ എങ്ങനെ ഭജിക്കണം, എങ്ങനെ തപസ് ചെയ്യണം, മനസ്സിലായില്ലേ? ഒന്നും അറിയില്ല ഈ കുട്ടിക്ക്. ആകെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു മെറ്റീരിയൽസും കയ്യിലില്ല. ആകെയുള്ള ആഗ്രഹം എന്താ? ഭഗവാനെ നേടിയാതെ തിരിച്ച് വരില്ല. ഭഗവാനെ നേടണം ഈ ജന്മത്തിൽ, ഇത് മാത്രമാണ് ദൃഢമായ ആഗ്രഹം. എന്നപ്പോൾ ഭഗവാനെ നേടണമെന്ന ആഗ്രഹം വന്നാൽ അവരെ ഭഗവാൻ അങ്ങ് ദത്തെടുക്കും. മനസ്സിലായില്ലേ? പിന്നെ അവനെ പൂർണ്ണമായും തൻ്റെ അടുത്ത് എത്തിക്കുന്നത് വരെ ഉള്ള മുഴുവൻ കാര്യങ്ങളും ആര് സാധിച്ചു തരും? ഭഗവാൻ സാധിച്ചു തരും. ഭഗവാൻ അങ്ങ് ദത്തെടുക്കും. ഇവിടെ എന്ത് ചെയ്തു? നാരദ മഹർഷി വന്നു ചേർന്നു. മനസ്സിലായില്ലേ? ഭഗവാന്റെ ജ്ഞാനത്തെ പകരം നാരദനേക്കാൾ ഉത്തമനായ മറ്റൊരാള് വേറെയില്ല. നാരദ മഹർഷി വന്നു ചേർന്നു. ആ നാരദ മഹർഷി വന്നിട്ട് നേരെ ഈ കുട്ടിയോട് ചോദിച്ചു, എവിടെ പോകുന്നു? അത് ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു, എനിക്ക് ഭഗവാനെ നേടണം.
അപ്പോൾ നാരദൻ ചോദിച്ചു, കുഞ്ഞെ നിനക്കറിയോ തപസ് എന്താണെന്ന്? മഹായോഗിമാർ പോലും ഈ തപസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് പോലും പൂർണ്ണമായും എത്താൻ പറ്റാത്ത അത്രയും കഠിനമാണ്, അത്രയും ദൃഢവുമാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നീ തപസ് ചെയ്യാമെന്ന് നിസ്സാരമായി പറയുന്ന കണക്കല്ല. പിന്നെയോ നീ കൊട്ടാരത്തിൽ ജീവിച്ചതുപോലെയുള്ള ഒരു സുഖങ്ങളും അവിടെ ഉണ്ടാവില്ല. നിനക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? കിടക്കയൊക്കെയാണ്, അല്ലേ? നന്നായി ഒന്ന് ഉറങ്ങാൻ ഒരു കിടക്ക ഉണ്ടാവില്ല. അവിടെ കിടക്കയിൽ കിടത്തി ഉറക്കാനുള്ള ആൾക്കാരുണ്ടാവില്ല. കാട്ടില് കല്ലും മുള്ളും നിറഞ്ഞ ആ കാട്ടില് കിടക്കേണ്ട അവസ്ഥ വരും. തണുപ്പും ചൂടും, അല്ലേ? പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭയം, കുട്ടികളിൽ പൊതുവിലുള്ളതാണ് മൃഗങ്ങളോടുള്ള ഭയം. ക്രൂര മൃഗങ്ങളുണ്ട്, അതിനോടൊക്കെ ഇങ്ങനെ വരും. നല്ല ഭക്ഷണം അത് കിട്ടാതെ വരും. ഇതൊന്നും നിനക്കുണ്ടാവില്ല. അപ്പോൾ സാധാരണ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും കിട്ടില്ല എന്ന് നാരദന് പൊതുവെ എന്താ പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ കുട്ടി പറഞ്ഞു, എൻ്റെ ദൃഢമായ തീരുമാനമാണ്, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഈ ജീവിതത്തിൽ ഭഗവാനെ നേടും. ഇതാണ് ഭക്തനും ഉണ്ടാകേണ്ട ബോധം. ജീവിതത്തിൽ പ്രതിസന്ധികൾ അനവധി വരും. മുമ്പേ പറഞ്ഞ കണക്ക് സുഖം വരും, ദുഃഖവും വരും. സുഖം വരുമ്പോൾ അഹങ്കരിക്കരുത്, അഹങ്കാരവും നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റും. ദുഃഖം വരുമ്പോൾ നിരാശയെ വീണ്, അല്ലേ? ഭഗവത് സ്മരണ, ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാതെ നിരാശയപ്പെടരുത്. എന്താ കാരണം? അതും നമ്മൾ എഴുതിക്കും. അപ്പം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വരുന്നോ, ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് പൂന്താനത്തെ ഒന്ന് സ്മരിക്കുന്നതല്ല. എന്താ പൂന്താനം? പൂന്താനം ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന പൂന്താനത്തിന് വളരെ വൈകി ഒരു കുഞ്ഞു ജനിച്ചു. ഗുരുവായൂരപ്പന്റെ മുന്നിലൊക്കെ പോയിരുന്ന് കേഴുന്ന് പ്രാർത്ഥിച്ചൊരു കുഞ്ഞു ജനിച്ചു. ഈ കുഞ്ഞു ജനിച്ചതോടുകൂടി എപ്പോഴും ഗുരുവായൂരപ്പനെ ചിന്തിച്ചുകൊണ്ടിരുന്ന പൂന്താനത്തിന്റെ മനസ്സ് ആരിലേക്കും കൂടെ തിരിഞ്ഞു? കുഞ്ഞിലേക്കും കൂടെ തിരിഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ആ വീട്ടിൽ കുഞ്ഞിൻ്റെതായ ഒരു വിശേഷം നടക്കുന്ന വേളയിൽ അബദ്ധകരമായ സാഹചര്യം ഉണ്ടായി. കുഞ്ഞ് പെട്ടെന്ന് മരണപ്പെട്ടു. കുഞ്ഞ് മരിച്ചതറിഞ്ഞു ഈ പൂന്താനത്തിന്റെ പത്നി നിലയും വിളിച്ചുകൊണ്ട് പൂന്താനത്തിനടുത്തേക്ക് വന്നു. നമ്മുടെ കുഞ്ഞു മരിച്ചു. പൂന്താനം കണ്ണുകളൊന്നടച്ച് കുറേ നേരം നിശ്ചലമായി ഇരുന്നു പോയി. പൂന്താനത്തെ വിളിച്ചുണർത്താൻ ബന്ധുമിത്രാദികളായിട്ടുള്ളവർക്കൊന്നും സാധിക്കുന്നില്ല. കാര്യം വിളിച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കാരണം ദീർഘകാലമായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്ന് ഏറ്റവും ഒടുവിൽ കിട്ടിയൊരു കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ച് ആ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു തീവ്രവേദന. ഇല്ലാതിരുന്നപ്പോൾ ഇല്ല എന്നൊരു ദുഃഖമുള്ളൂ. ഇതിപ്പോൾ ഇല്ലാതിരുന്ന ദുഃഖവും കുറേ കാലം, പിന്നെ ഉണ്ടായ ആനന്ദത്തിൽ വീണ്ടും ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ താങ്ങാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. കുറേ കഴിഞ്ഞപ്പോൾ പൂന്താനം പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകൾ തുറക്കുന്നതോടെ പൂന്താനത്തിൽ ഒരു തേജസ്, ആ കണ്ണിനൊരു തിളക്കം. പൂന്താനം പതുക്കെ ആരോടൊന്നില്ലാതെ മന്ത്രിച്ചു, ഗുരുവായൂരപ്പൻ തന്നു, ഗുരുവായൂരപ്പന് എടുത്തു. ഗുരുവായൂരപ്പന് തോന്നിയിട്ടുണ്ടാവാം, ഈ കുഞ്ഞു വന്നതോടുകൂടി ഗുരുവായൂരപ്പനെ ഞാൻ വേണ്ട കണക്ക് ശ്രദ്ധിക്കുന്നില്ല തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഗുരുവായൂരപ്പനിലേക്ക് ശ്രദ്ധ നിലനിർത്താൻ വേണ്ടി ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ചെയ്താവും. ആ ദുഃഖം അദ്ദേഹം നല്ല ഭക്തി ശ്രാന്തമായി തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിട്ടുണ്ട്. എവിടെയാ? ജ്ഞാനപ്പാനയിൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേറെ വേണമോ മക്കളായി. മനസ്സിലായില്ലേ? അപ്പോൾ പുറമേ ഉള്ള കുഞ്ഞിനേക്കാളും അകമേ ഭഗവാനെ ആനന്ദത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ സർവ്വ ദുഃഖങ്ങൾ പറയുമ്പോഴും ഭഗവാനെ നേടണമെന്നുള്ള ഇച്ഛയിൽ ആര് ഉറച്ചു? ധ്രുവൻ ഉറച്ചു. അങ്ങനെ ആ ധ്രുവൻ അതിൽ ഉറച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി അവിടെ പരീക്ഷിച്ചുറപ്പിക്കുകയാണ് നാരദരെ. നാരദരെ അയച്ചതിന് വേണ്ടിയിട്ടാണ്. ആ നാരദര് ഭാഗവതത്തിന്റെ മൂലമന്ത്രം നമ്മൾ മനസ്സിലാക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം പറയുന്ന ഭാഗവതം, നരസിംഹാവതാരം പറയുന്ന ഭാഗവതം, അതുപോലെ തന്നെ വരാഹാവതാരവും രാമാവതാരവും ഒക്കെ പറയുന്ന ഭാഗവതം, 24 അവതാര തത്വങ്ങളെ പറയുന്ന ഭാഗവതം, മനസ്സിലായില്ലേ? മഹാമുനികളെ അസംഖ്യം പരിചയപ്പെടുത്തുന്ന ഭാഗവതം. അവർക്ക് ആർക്കുമല്ല ഭാഗവതത്തിന്റെ മൂലമന്ത്രം കേൾക്കാനുള്ള ഭാഗ്യം വന്നത്. അതാർക്കാണ്? ധ്രുവനാണ്. എന്താ ഭാഗവതത്തിന്റെ മൂലമന്ത്രം? ഓം നമോ ഭഗവതേ വാസുദേവായ. 12 സ്കന്ധങ്ങളിലായി വിരാജിക്കുന്ന ഭാഗവതം 12 അക്ഷരങ്ങളായി മാറിയപ്പോൾ അക്ഷരങ്ങളായി മാറി. ആ ദ്വാദശാക്ഷര മന്ത്രമായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന
കാരുണ്യാമൃത് ധ്രുവനിൽ വന്നു. ധ്രുവൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ തൻ്റെ ശംഖു കൊണ്ട് ധ്രുവന്റെ കവിളിൽ തലോടി അനുഗ്രഹിച്ചു. അച്ഛൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയുള്ള അനുവാദം ലഭിക്കാതെ വന്നപ്പോൾ ദുഃഖത്തിൽ നിന്നാണെങ്കിൽ പോലും ഭഗവാനെ നേടുന്ന മഹാഭാഗ്യത്തിലേക്ക് അമ്മ വഴികാട്ടിയായി മാറിയപ്പോൾ ഇല്ലേ, ആ സുനീതി വഴികാട്ടിയായി മാറിയപ്പോൾ അവിടെ എത്താൻ സാധിച്ചു. അവിടെ ധ്രുവ പദവി എന്ന് പറയുന്ന വൈകുണ്ഠ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന സർവരും അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏത് പദത്തിലൂടെ കടക്കണം? ധ്രുവ പദവിയിലൂടെ കടക്കണം. അങ്ങനെ നനശ്വരമായ ധ്രുവ പദവി എന്ന ഉത്തമ സ്ഥാനത്തേക്ക് ഭഗവാന്റെ സവിധത്തിലെ സ്ഥിരമായ സ്ഥാനം ആർക്ക് വന്നു? ധ്രുവന് വന്നു. ഇതല്ലേ ഭഗവാന്റെ കാരുണ്യം? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും ഒരുപോലെ ഭഗവാൻ നമുക്ക് തരുന്ന അവസരങ്ങളാണ്. എന്തിലേക്ക് അടുക്കാൻ? ഭഗവാനിലേക്ക് അടുക്കാൻ. രണ്ടും അവസരമാണ്. മനസ്സിലല്ലേ? സുഖം ഭഗവാനെ സ്മരിക്കാനും ദുഃഖം ഭഗവാനെ ആശ്രയിക്കാനും. ആശ്രയവും സ്മരണയുമാണ് ഭക്തന് വേണ്ടത്. എന്നിങ്ങനെ ഒരു പക്ഷി നന്നായി പറന്നുയരുന്ന രണ്ട് ചിറകുകൾ ഒരുപോലെ ചലിപ്പിച്ചിട്ടാണ്. അതുപോലെ ഒരു ഭക്തന് ഭഗവാനിലേക്ക് പറന്നെത്താൻ സാധിക്കുന്ന രണ്ട് ചിറകുകളാണ് ഏതൊക്കെ? സുഖവും ദുഃഖവും. അപ്പൊ ഇനി ദുഃഖം വേണ്ട എന്ന് പറയണോ? വേണ്ട. സുഖം വേണമെന്ന് പറയണോ? വേണ്ട. സുഖം തന്നാലും ദുഃഖം തന്നാലും ഭഗവാനെ നിന്റെ സാന്നിധ്യവും നീയും ഒപ്പം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഭാഗവതത്തിന്റെ കീർത്തനങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് പറയും, ഇനി മരണങ്ങൾ എനിക്കിനി വേണ്ട, അല്ലേ? പറയാറില്ലേ? അതേ ഭാഗവത്തെ വ്യാഖ്യാനിച്ച ശ്രീധരാചാര്യർ എന്ന് പറഞ്ഞൊരു ആചാര്യ ശ്രേഷ്ഠ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉദ്ധവരുടെ അവതാരമെന്നാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. അദ്ദേഹം ഭാഗവതം പറയുന്ന സമയത്ത് അദ്ദേഹം പറയും, ഭഗവാനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജന്മം എനിക്ക് നീ തന്നോളൂ, ഞാൻ ഏറ്റെടുത്തോളാം. മനസ്സിലായി? ഭാഗവതം മഹാത്മാക്കൾ എപ്പോഴും അങ്ങനെയാണ്. മഹാത്മാക്കളുടെ ചില വാക്കുകൾ വിപരീതമാണെന്ന് നമുക്ക് തോന്നാം. മനസ്സിലല്ലേ? നിലവിൽ പറഞ്ഞ പല സമ്പ്രദായത്തിനും വിപരീതമായി അവർ നടക്കും. ആ നടത്തക്കൊക്കെ മറ്റു ചില അർത്ഥങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞു ഭഗവാനെ, ഇവിടെ ഭാഗവതം പറയുന്നു ഇനി ഒരു ജന്മം വേണ്ട. ശങ്കരാചാര്യ പറഞ്ഞു പുനരവി ജനനം പുനരവി മരണം, അല്ലേ? അതിൽ പെട്ടു പോകരുത്. പക്ഷെ ഇദ്ദേഹം പറയുകയാണ്, ലക്ഷക്കണക്കിന് ജന്മം, നീ കോടാനുകോടി ജന്മം നീ എനിക്ക് തന്നാലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാം. പക്ഷെ ഒരൊറ്റ കരാറ് കൂടെ വേണം. ആ ജന്മത്തിലെല്ലാം എൻ്റെ കൂടെ ആര് വേണം? നീ ഒപ്പം വേണം. നീ ഒപ്പമുണ്ടെങ്കിൽ സുഖമോ ദുഃഖമോ എന്തു തന്നെ ആയാലും, മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാവത്തിലേക്ക്, ഈ മനോഭാവം ആർജിക്കുവാനാണ് ഭാഗവതം നമ്മളെ പ്രാപ്തം ആക്കുന്നത്.